ഹേ ഗായ്സ്, അപ്പം ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് നമ്മളിത് പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യ നോമ്പല്ല പിടിച്ചത്, കുറച്ച് ദിവസം കഴിഞ്ഞ ഇടയ്ക്കാണ് പിടിച്ചത്. അപ്പം ആദ്യ നോമ്പ് തന്നെ പിടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം എന്തായാലും ഇപ്പം എല്ലാവരും ഈ സമയത്ത് എണീറ്റിരിക്കുമായിരിക്കില്ലേ. എന്താ പറയുക, ഇപ്പം സമയം എത്രയായി? 5 മണിയായി ഗൈസ്. 5:30 5:26 സുബ. നമുക്ക് സമയം കുറവാണ്. 5:14 ഇപ്പം നമ്മൾ ഇന്നിട്ട് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പം ആദ്യം വിചാരിച്ച് 5:26 കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു. ആ ടൈം തൊട്ട് 6:30 വരെ കഴിക്കാം. അതൊന്നും സുഖമായി പോയല്ലേ, അങ്ങനൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ ബ്രദറൊക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് അതൊക്കെ അയച്ചതുണ്ട്. അതിനെന്തോ ഒരു പേര് പറയല്ലോ, ദൈവത്തിന് റംദാൻ മാസത്തിലെ ഈ ആദ്യത്തെ നോയമ്പ് ഞാൻ പിടിക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് റമദാൻ മാസത്തില് നാളത്തെ നോമ്പില് ഞാൻ പിടിച്ചു വിടുന്നു. അത് അറബിക്കുണ്ട്, മലയാളമുണ്ട്. നമുക്ക് മലയാളം മതി. എല്ലാവർക്കും നോമ്പെടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ. അപ്പോൾ എല്ലാ നോമ്പും എല്ലാവർക്കും എടുക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മളത് നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം തുടങ്ങാം. നമുക്ക് ഞാൻ ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയത് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഉറങ്ങണ്ട, കാരണം നമുക്ക് ഈ 4 മണി എന്നൊക്കെ പറയുന്നത് ഒരു പുത്തരിയല്ലല്ലോ. നമ്മൾ ഈ ടൈമിലൊക്കെയാണ് ഉറങ്ങാറ്. അപ്പൊ ആണ് ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ നോമ്പെടുക്കുന്നത് പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുമ്പം അയ്യോ അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കും, നമുക്ക് അറിയാത്തോണ്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ നോമ്പ് തന്നെ എടുക്കുന്നത്. അപ്പൊ ഇനി നോമ്പ് എടുക്കും. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്താണെങ്കിൽ, എന്തെങ്കിലും കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം നമ്മൾ അടുത്ത നോമ്പ് ഇനി എടുക്കും നമ്മൾ നോമ്പ്. അപ്പോൾ നമുക്കത് ഹെൽപ്ഫുൾ ആവും. എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് രാവിലെ തന്നെ അവിലൊക്കെ കഴിക്കാൻ. അവില കഴിക്കുമ്പോൾ കുറച്ചുകൂടി വിശപ്പൊക്കെ ഇല്ലായ്മ കുറയുമെന്ന് പറഞ്ഞു. അതല്ല, ഇപ്പൊ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നില്ല. എന്നെ പറ്റത്തില്ല കേട്ടോ. രാവിലെ എങ്ങനെ കഴിക്കാൻ പറ്റും? ഉറങ്ങില്ലായിരുന്നു ഞാൻ കഴിച്ചില്ല, പക്ഷെ ഉറങ്ങി സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചില്ലേലും. ഇന്നത്തെ ദിവസം നമുക്ക് ഒന്നും ഫുഡ് എന്ന് പറയുന്ന സാധനം കഴിക്കാൻ പറ്റില്ല. ഫുഡല്ല, വെള്ളം പോലും ചുമ്മക്കണം കേട്ടോ. ഈ ചൂടത്തൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ പിടിക്കും കേസ്. ജോലി ചെയ്യുന്നവരും ടീച്ചേഴ്സ് പിടിക്കൂടി നമ്മളെ. അതേ എത്ര സംസാരിക്കും, പഠിപ്പിക്കുമ്പോഴെല്ലാം ഫുള്ള് സംസാരിച്ചിട്ടും തൊണ്ട പറ്റിയ പോലും ഒരു തുള്ളി വെള്ളം. ടീച്ചേഴ്സ് മാത്രമല്ല, പുറത്ത് ഈ ഇപ്പോഴത്തെ ചൂടിപ്പം തന്നെ ഇത് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഡയറക്റ്റ് സൂര്യ കേൾക്കരുത്. ഈയിടയ്ക്ക് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് ഓറഞ്ച് അലേർട്ടാണ്. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഒട്ടന സ്ഥലങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. കാരണം ഡയറക്റ്റ് സൂര്യാഘാതം, സൂര്യന്റെ ഡയറക്റ്റ് വെയിൽ. ഈ ടൈം നമുക്ക് കഴിച്ചില്ല, ഇറങ്ങുന്നില്ല, മതി. എനിക്ക് ഇറങ്ങുന്നില്ല, മതി. ഇപ്പൊ നോമ്പ് പിടിക്കുന്നവർക്ക് ഈ ടൈം എടുത്തെടുത്ത് അവർക്ക് ഇനി ഈ ടൈം വിശക്കും. രാവിലെ ഉറക്കം വേണ്ടിട്ടേ ഓർക്കാതൊന്ന് വെള്ളം എടുത്ത് കുടിച്ചിട്ടല്ലേ. അല്ല, എനിക്ക് രാവിലെ ഉറക്കം വേണ്ടിട്ട് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പം കൂട്ടുകാർ നോമ്പ് പിടിക്കുമ്പം അവരുടെ ഫ്രണ്ടിൽ ഇരുന്ന് ആഹാരം കഴിക്കും. അവര് പറയാൻ കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചു എന്ന് പറയും. പക്ഷെ നമുക്ക് അവര് പുറത്തിറങ്ങി നിൽക്കും. ആ ഒരു ടൈം അവര് പുറത്തിറങ്ങി നിന്നിട്ട് എല്ലാരും കഴിച്ചു കഴിയുമ്പോൾ പിള്ളേർ കയറി വരും. നമ്മളവിടെ സ്കൂളിലെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അവരൊന്നിച്ചിരിക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ടൈം എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു ടൈം പാസ്സുമായി. നമ്മളപ്പുറത്ത് കഴിക്കുകയും ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഫ്രണ്ട് വിളിച്ചേട്ടോ, സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇനി തിന്നറുടെ വാങ്കുളി. ഞാൻ അറബ് പഠിച്ചിട്ടുണ്ട്. ഞാന് കുഞ്ഞിനെന്ന് വെച്ചാൽ ഞാൻ എന്തിനാ അറബ് പഠിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, മലയാളം. എനിക്കിപ്പോഴും ഓർമ്മ, എന്റെ കൂടെ പഠിച്ച അക്ബർ, ഹഫീസ്, ജമിന, അല്ല അറബി ക്ലാസ് ഞാൻ മാത്രം. എനിക്ക് അവർക്കൊക്കെ അറബ് അറിയാം, കാരണം അവർ പള്ളിയിലൊക്കെ പോയി പഠിച്ചുകൊണ്ട് അവർക്ക് അറബൊക്കെ നന്നായിട്ട് അറിയാം. അതുപോലെ ഇത് ഇങ്ങനെ തിരിച്ചെഴുതണം. അതുപോലെ ചന്ദ്രകല പോലെ അക്ഷരമൊക്കെ പഠിച്ചായിരുന്നു. കൂട്ടി വായിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. മാറണമല്ലോ. പിന്നെ 10ാം ക്ലാസ്സിലെ മെയിൻ പരീക്ഷയ്ക്കുള്ളത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ. പരീക്ഷയ്ക്ക് എന്തായിരിക്കും ചോദിക്കുന്നത്? ഞാൻ അവരെ കൂടി ഇരുന്ന് എഴുതും, അവരെയൊക്കെ നോക്കി എഴുതും.
എനിക്ക് ഓർമ്മയുണ്ട് സിദ്ദിഖ് സാറൊക്കെ അത് അറവ് പഠിപ്പിച്ചത്. സാറൊക്കെ ഇപ്പോഴാണ് കണക്കം പോലും നമുക്കൊന്ന് പഠിച്ചിരിക്കാന്ന് വിചാരിച്ച്. പക്ഷെ 8ാം ക്ലാസ് ആകുമ്പോൾ മനസ്സിലായ കേട്ടോ പറ്റത്തില്ല, 10 തോറ്റു പോകുന്നു വിചാരിച്ചു ഈ ഹിന്ദി അറബിലെ. അതുകൊണ്ട് ഞാൻ അപ്പോഴേ മലയാളത്തിലോട്ടായി. പറഞ്ഞില്ലേ കേസ്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എണീറ്റാലും അമ്പൂട്ടായി അങ്ങനെ കിടക്കും. എത്ര നമ്മൾ ബുദ്ധിമുട്ടിക്കത്തില്ല കേട്ടോ. എപ്പോഴും ഉണർന്നിടക്കാന്ന് അറിയോ? ഞാനും മൃദുല 5 മണി 6 മണിയൊക്കെ ആയപ്പോൾ കിടന്നതാണ്. 5-6 മണിയായി നോമ്പ് പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും ഉണർന്ന മോനാ അത് ഇപ്പോഴും ഇങ്ങനെ സ്വന്തമായി കളിച്ചുകൊണ്ടിരിക്കുക. ഫോണിൽ നോക്കുന്നത് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പൂട്ടാൻ ഇച്ചിരി നിർബന്ധമാണ്. കുളിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള നിർബന്ധമാണ്. 4 മാസമായില്ലേ അമ്പൂട്ടനിപ്പോ? അയ്യോ എന്തോ വീടിന്റെ ഓരോ മാസം പോന്നേ. കണ്ണടച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ബർത്ത്ഡേ ആവും ഗൈസ്. സീരിയസ്ലി നമ്മൾ ഉറങ്ങി കണ്ണടച്ചു. ഇത്രയേ ഉള്ളു സംഭവം ഗൈസ്. ഇപ്പൊ സമയം എത്രയായി? 2:26 ഗൈസ്. സമയം പെട്ടെന്ന് പോയില്ലേ മൃദുലേ? എനിക്ക് അങ്ങനെ വിശപ്പ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ എണീറ്റ് ഞാൻ പറഞ്ഞില്ല ഉറങ്ങിയപ്പോൾ ഒരു നെഞ്ചരിച്ചിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബ്രെഡ് ഒന്നും കഴിച്ചിടൊന്നും തോന്നില്ലേ? ബ്രെഡ് ഞാൻ രാവിലെ ബ്രെഡ് 2-3 ബ്രെഡ് അപ്പൊ രാവിലെ തൊട്ട് ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അല്ലേ? നോമ്പായിട്ട് തുടക്കം ദിവസം തന്നെ മഴയല്ലേ? അങ്ങനെ പറഞ്ഞു വിടുന്നത് മഴയത്താണ് നമുക്ക് കൂടുതൽ വിശപ്പ്. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കുറിക്കാനൊക്കെ തോന്നുന്നത്. ഞാനിപ്പോ റീൽസ് 2-3 ഞോണ്ടിയപ്പോ എനിക്ക് മൊത്തം ഫുഡിന്റെ വരുന്നുള്ളൂ. കുറെ പരിപ്പോട് ഉണ്ടാക്കുന്നതും ബിരിയാണി കഴിക്കുന്നതും ഫുഡ് ബ്ലോഗുകളും അത് കാര്യങ്ങള്. അത് റീൽസ് കാണാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ. നമ്മളിട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ, എന്നിട്ട് ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ 2-3 തുപ്പലൊക്കെ കുടിച്ചിറങ്ങി. അതൊന്നും പ്രശ്നമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ നോക്കുന്നവരുണ്ട്. നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ എത്രയോട്ടം ഇങ്ങനെ ഇറക്കും. പ്രശ്നമില്ല ഇല്ല അതായത് ഇറക്കിവിടുന്ന പറഞ്ഞു നമുക്ക് അറിയാത്തോണ്ടാട്ടോ അങ്ങനെ ഇറക്കിക്കൂടാ. കുടിക്കുന്നവരങ്ങനെ ഇറക്കിക്കൂടാ. അതുപോലെ നമ്മള് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പം പിള്ളേര് ചാനൽ ചോദിച്ചിട്ട് എത്ര വട്ടം തുപ്പം പോവും. നമുക്ക് അത് ശീലമില്ല. നമുക്ക് ഈ മുന്നിൽ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തോ ബുദ്ധിമുട്ടാണ്. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. വാട്ടർമെലനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്പിള്, പിന്നെ ഫുഡ് എന്തെങ്കിലും വാങ്ങണ്ടേ, മന്തിയോ എന്തെങ്കിലും വാങ്ങണം. നാരങ്ങ വെള്ളം കുടിച്ചൂടല്ലേ എന്ന് പറയും. വെറും വയറ്റിൽ കുടിച്ചൂടെന്ന് പറയും. നാരങ്ങളും വേണ്ട. ജ്യൂസ് നമുക്ക് എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും വാങ്ങാം. അതെന്താണെന്നറിയോ? വെറും വയറ്റി ദൈവമേ പറയണ്ടായിരുന്നു. എന്താണെന്നറിയോ നാരങ്ങളും കുടിച്ചൂടാന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ വയറ്റിൽ ആസിഡ് ഉണ്ടല്ലോ, HCl ഉണ്ടല്ലോ നമ്മുടെ ബോഡി. ആസിഡ് ഉണ്ട്. ആ ആസിഡ് അതില് കുറെ എനിക്കറിയാം. ആ ആസിഡാണ് നമ്മുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊന്നും കഴിക്കാതിരിക്കുമ്പോ ആസിഡിന്റെ ലെവൽ കൂടി വരും. നമ്മൾ ഈ കഴിക്കുന്നത് സിട്രിക് ആസിഡ് അല്ലേ, മറ്റേ ലെമണും ആസിഡ് ചെന്നിട്ട് കുറച്ചുകൂടെ അവര് കൊളാബറേറ്റ് ആയി കുറച്ചുകൂടെ നമുക്ക് അസിഡിറ്റി, നെഞ്ചരിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് വെറും വയറ്റിൽ നാരങ്ങളും കുടിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി വെറുതെ പറഞ്ഞു തന്നു. എന്തായാലും അമ്പൂട്ടൻ കുളിച്ചു കഴിഞ്ഞ് നല്ല ഉറക്കമാണ്. ഇന്ന് സത്യം പറഞ്ഞ അമ്മ ഇല്ലാത്ത ദിവസം ഭയങ്കര നിർബന്ധമാണ്. ഇല്ലേ ആരെങ്കിലും എടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറെ വട്ടം നോക്കി. നമ്മൾ എടുക്കാൻ ആളും അന്ന് തന്നെ ഗസ്റ്റ് വന്നപ്പോഴും ആൾക്കാർ എടുക്കാൻ ആളുണ്ടെങ്കിൽ അവൻ സൈലന്റ് ആ കിടന്ന് ഒരു 1-2 മണിക്കൂർ കണ്ടിന്യൂസ് ഉറക്കും. നമ്മള് ഉള്ളു വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്, എന്തെങ്കിലുമൊക്കെ അർജന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുണ്ട്, അപ്പൊ അവൻ തുടങ്ങും. ഉറങ്ങും 10 മിനിറ്റ് കൊണ്ട്. നമ്മുടെ കലാത്തി വിജയിച്ചിരിക്കുന്നു. കലാത്തിയുടെ മൂട്ടിൽ നിന്നും വേറെ നാമ്പുതേ പൊട്ടിക്കളിച്ച് വരുന്നത് കണ്ടോ സുഹൃത്തുക്കളെ? അടിപൊളി. അന്ന് 2-3 കൂടി വെച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പം പടർന്നേനെ, ഇപ്പൊ കുറെ ആയേനെ. അപ്പൊ എന്തായാലും കലാത്തി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. 5 അതുപോലെ അതിന്റെ മൂട്ടിൽ നിന്ന് വേറെ പൊട്ടിക്കളിച്ച് വരുന്നുണ്ട്. ഇത് ഫുൾ ആവും കൊണ്ട് എനിക്ക് ഇവിടെ ഫുള്ള് കലാത്തി ഇവിടെ ഫുൾ ആക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. നീ പറഞ്ഞില്ലേ എന്തുവാടാ ശരിയൊക്കെ വരുന്നുണ്ട് നമുക്ക്. ചെറിയ അമ്മ ഇതിലെ പോലെ അമ്മയെ നോക്കുന്നേ. പിന്നെ വന്നേന്നോ? ഞാൻ കുറച്ച് ഗെയിം കളിക്കുന്ന വിചാരിച്ചു സുഹൃത്തുക്കളെ. സമയമൊക്കെ പോണ്ടേ? ഒരു തീരുമാനം ഉണ്ടായി. കാരണം പലരും
സ്ക്രീൻ ടൈം ഇല്ല. നമ്മൾ തന്നെ 2-3 സിനിമ സത്യം പറഞ്ഞ് അന്ന് കൊണ്ട് നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് 2 പേര് പറഞ്ഞ്, ഒരു സീനിയർ കപ്പിൾസ് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞ് കുഞ്ഞുങ്ങളെ സിനിമ കാണിച്ച് ശീലിപ്പിക്കണം, എല്ലായിടത്തും കൊണ്ടുപോകണം, കാരണം സൗണ്ടിലെല്ലാം എല്ലാം യൂസ്ഡ് ആവണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളൊരു ഷോർട്സ് ഇട്ടപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞു കുഞ്ഞിനെ അങ്ങനെ സ്ക്രീൻ കാണിക്കരുത്, കാരണം ഭാവിയിൽ പറയാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അതിപ്പോൾ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി അത് ഇല്ല. ഇനി അവന് ഒരു വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സിലേ പറഞ്ഞില്ലേ, 1 വയസ്സാവുന്നത് വരെ അല്ലെങ്കിൽ ഒരു 1.5 വയസ്സാവുന്നത് വരെ അവരെ ഇനി തിയേറ്റർ കാണിക്കില്ല എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത്. അതുപോലെ തന്നെ TV, ഫോൺ, സ്ക്രീൻ ഇതൊന്നും നമ്മളെ ആൺകൂട്ടരെ കാണിക്കൂല ഒരു പ്രായം വരെ. അപ്പം അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഇത്. കാരണം എത്ര നിർബന്ധം ഉണ്ടെങ്കിലും പിള്ളേർക്ക് ഇല്ലേ മുതലേ പിള്ളേരെ വലിയവർക്ക് അതാ എളുപ്പം. അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ആണെങ്കിൽ അവർക്ക് കുറച്ചിരുന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ പിള്ളേരെ ഫോൺ കൊടുത്താൽ അവര് കളിച്ച് മറിഞ്ഞ് വീഴൊന്നും പേടിക്കണ്ട. ഒരിടത്ത് അടങ്ങി ഫോൺ നോക്കി ഇരുന്നോ. ഇപ്പം തന്നെ ക്യാമറയിൽ നോക്കുന്നുണ്ടോ ഫോൺ ഭയങ്കരമായിട്ട് അത് നമ്മൾ അതിശയിക്കുവേ, ഇതെങ്ങനെ ഫോൺ കുഞ്ഞിനെ. ഞാൻ തന്നെ ഇവനെ അടുത്ത് കിടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും, ഞാൻ ഫോണിൽ ഇങ്ങനെ കളിക്കുമ്പം ഇവൻ ആമ്പൂട്ടം കറക്റ്റ് സ്ക്രീനിൽ തന്നെ നോക്കാം. അവനൊരു ടോയ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, മൂവ് ആവുന്ന ടോയ്സ്. ആ മൂവ് ആവുന്ന ഒബ്ജക്റ്റിനെ ഭയങ്കരമായിട്ട് നോക്കണ്ട. ഇപ്പം തന്നെ കണ്ടോ ടി വി നോക്കുന്നുണ്ടോ. ഇത് നമ്മൾ കുറേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുറേ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കണ്ടിട്ട് നമ്മളത് പറയുന്നത്. അപ്പോൾ സ്ക്രീൻ ടൈം നമ്മൾ ഇനി തിയേറ്റർ ഇനി ഇല്ല. ഇനി തിയേറ്ററിൽ മൂവി കാണാൻ പോകുന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. വിഷമണ്ട ഇല്ല, ഉണ്ട്. ലൈറ്റ് മ്യൂസിക് ഒക്കെ വെച്ച് കൊടുത്തേക്കുന്നത് രാവിലെ ഇങ്ങനെ അനങ്ങാതെ കിടക്കും കേട്ടോ, ഇല്ലെങ്കിൽ തുടങ്ങും. ഉറങ്ങുന്നില്ല അമ്പോട്ട് ഇന്ന്. 3:34 3:30 സമയമാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നോമ്പ് പിടിച്ചപ്പോ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വട്ടം നമ്മൾ ഉറങ്ങിയിട്ടില്ല. അന്ന് നോമ്പ് പിടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു ഉറങ്ങരുത്, നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കൂടാന്ന്. പക്ഷെ അന്ന് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ഉറങ്ങിയാന്ന് തോന്നുന്നു, എല്ലാവരും ഒന്നും ഉറങ്ങിയായിരുന്നു. പക്ഷെ ഈ കൊല്ലം നമ്മൾ എന്തായാലും ഉറക്കം ബാൻ ചെയ്തിരിക്കുന്നു. നോമ്പ് പിടിക്കുമ്പോൾ ഉറങ്ങിയിട്ടില്ല, ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇനി അങ്ങോട്ട് ഉറങ്ങുന്നില്ല. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം. എന്തുവാ ഇങ്ങനെ കിടക്കുന്നത്? അമ്മയൊന്നും കഴിച്ചില്ല. അമ്മ ദോശ ഇട്ട് കഴിച്ചു. അതാ അമ്മ കൂടെ ദോശയോ പഴമോ അങ്ങോട്ട് മാത്രമേ കഴിച്ചോളൂ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നേ, മൊത്തം ഈ ഒരു വർഷം തുടങ്ങിയപ്പോ തൊട്ടേ കൊലയാണ് നടക്കുന്നത്. മൊത്തം ന്യൂസ് തുറന്നാ ഇപ്പൊ വെഞ്ഞാറമ്മൂട് ഇപ്പം ഒരു പ്രശ്നം നടന്നത്. നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്താ ഒരു 10 കിലോമീറ്ററോട് ഇല്ല നമ്മളിവിടുന്ന് വെഞ്ഞാറമ്മൂട്. ഒരു സിനിമ സ്റ്റൈലല്ലേ? ഓ, ഇത് ഇപ്പോഴത്തെ സിനിമയൊക്കെ എന്തൊരു സിനിമ ഇൻഫ്ലുവൻസ് ഉണ്ടോ? സിനിമയായിട്ട് കാണാൻ ബോധമില്ലാത്ത പൊട്ടന്മാരാ അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരും ഓരോ മെന്റാലിറ്റി അല്ലേ. ഇപ്പൊ സിനിമയായിട്ട് കാണാൻ ഇപ്പോൾ ഒരു സിനിമ മാർക്കോ ഇറങ്ങി. ആ മാർക്കോയിൽ എഴുതി വെച്ചിട്ടുണ്ട് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അത് കാണാവൂ. അതിനുള്ള കീഴിലുള്ളവർ കാണരുത്. അങ്ങനെ കീഴിലുള്ളവർ കാണാതെ ഇരിക്കേണ്ടത് നമ്മളെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അച്ഛനും അമ്മമാരുടെയും ഇതാണ്. മക്കൾ ആ സിനിമ കാണരുത്. അതൊരു സിനിമയല്ലേ, ജസ്റ്റ് ഒരു ആക്ടിംഗ് അല്ലേ, അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? എല്ലാരെയും കൊന്നിട്ട് അവിടുന്ന് കഴിച്ച് കുളിച്ച് ഇങ്ങനെ ഇല്ലാതെ ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരാളെ പോലെ പ്രവർത്തിക്കും. ഇത് വേറെന്തോ ഒരു സ്റ്റൈല്, ഞാൻ ചെയ്യുന്ന എന്തോ നല്ലൊരു കാര്യം, അങ്ങനൊക്കെ ഇനി ബോധമില്ലാതെ ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ ഒരു കൊച്ചിനെ കൊന്നില്ലേ കൂട്ടുകാരന്മാര് ചേർന്ന്. എത്ര കൊലയാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ന്യൂസ് തുറന്ന, റീൽസ് തുറന്ന, ന്യൂസ് തുറന്ന, യൂട്യൂബ് തുറന്ന, ഇപ്പൊ ഒരു കൊച്ചു ചെറുക്കൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ കൂട്ടുകാരന്മാർ ഒരു പ്ലാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സൗദിയിലോ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം ഞാനൊരു ന്യൂസ് കണ്ട്. സൗദി അറേബ്യയിലാണെന്ന് തോന്നുന്നു. മയക്കുമരുന്ന് പിടിച്ച് 2 പേരെ പിടിച്ച്. അതിനകത്തൊരു ഇന്ത്യക്കാരനുണ്ട്. അവരെ കൊന്നല്ലോ. മയക്കുമരുന്ന് പിടിച്ചതിന് വരെ കൊല്ലുക അവിടെ. കാരണം അത് ഉപയോഗിക്കുന്നവരെങ്ങനെ ആയിരിക്കും അറിയാം. തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല എത്ര MDMA അങ്ങനത്തെ ഓരോ, പിന്നെ അത് ഇപ്പൊ കഞ്ചാവിനെക്കാട്ടി ഉപരിയുള്ള കാര്യങ്ങളാ. ഇപ്പൊ പണ്ട് കഞ്ചാവായിരുന്നു, ഉപയോഗിച്ചു പോയവർക്ക് അത് നിർത്താനും പറ്റൂല. നിർത്തുമ്പം എന്താ പറയണേ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, മെന്റലി ദേഷ്യങ്ങൾ വരും എന്നൊക്കെ പറയണേ. പക്ഷെ നമ്മളെ കോളേജിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മദ്യപിക്കുന്ന കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാരുണ്ട്, ഓണം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ കുടിക്കാതിരിക്കുന്നത് ഒരു കഴിവുകേടാണ്. അത് ആണുങ്ങളായി കഴിഞ്ഞ് കുടിക്കണം അല്ലെങ്കിൽ വലിക്കാതിരിക്കുന്നത് കഴിവുകേടാണെന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നമ്മളൊരു 10 കൂട്ടുകാർ കൂടുമ്പോൾ 2 പേര് കുടിക്കുന്നില്ലെന്ന് വെച്ചോ, അപ്പൊ അവനൊരു കഴിവ് കെട്ടവൻ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളത്. അയ്യേ കുടിക്കാത്ത അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പം ചിലപ്പോ കുടിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും എന്നാ കേൾക്കുമ്പോ അവന്റെ മുമ്പിൽ നാളാവാം എന്ന് വിചാരിച്ച് കുടിക്കുന്നവരുണ്ട്. മനസ്സിലല്ലേ? അങ്ങനെ പിന്നെ ശീലമുണ്ട്. പക്ഷെ വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട, അതിനോട് താല്പര്യമില്ല.
100% ലിറ്ററസി എന്ന് പറഞ്ഞൊരു പഞ്ചാബുകാരെ ഇടയ്ക്ക് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരാണെന്ന് വേറൊരു പഞ്ചാബിലുള്ള ഒരു സിംഗൻ ഒരുത്തം പറഞ്ഞപ്പോൾ നമുക്ക് കൊണ്ടു. അപ്പം പക്ഷെ എന്തുകൊണ്ട് നമ്മളെ കൊല്ലംകാരെ പറയും, ഞാനൊരു കൊല്ലംകാരനാണ്, നമ്മളെ കൊല്ലം അല്ലെങ്കിൽ കണ്ണൂർക്കാരെ പറയും, കോഴിക്കോട്ടുകാരെ പറയും, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ജില്ലക്കാരെ പറ്റി കുറ്റം പറയും. തന്നെ കൊല്ലംകാരെ അടി നടന്നോ, അവൻ കൊല്ലംകാരനാ, പപ്പടത്തിന് അടി കിടന്നോ, അവൻ കൊല്ലംകാരനാ, ലേസിന് അടി നടന്നോ, അവൻ കൊല്ലംകാരനായോണ്ടാ. കൊല്ലത്തുള്ളവര് നല്ല അടിപൊളി ആൾക്കാരാ. 1-2 ആൾക്കാർ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് കൊല്ലത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് പറയും. കോട്ടയത്തിന് 2ാമത് പപ്പടം പടി കിടന്ന് അത് കണക്കാണ്. ഇപ്പം പിന്നെ കണ്ണൂര് എന്ന് പറഞ്ഞ ഉടനെ വെട്ട്, പിന്നെ കുത്ത്, ബോംബെറിയല്, അങ്ങനൊന്നും അല്ല. കണ്ണൂര് നല്ല അടിപൊളി ആൾക്കാരാണ്. കോഴിക്കോട് എന്ന് പറയുമ്പോഴേ വേറൊരു രീതിയിലുള്ള വർത്തമാനം. ഏറ്റവും നല്ല ആൾക്കാർ കോഴിക്കോടുകാരാണ്. ഞാൻ അവിടെ പോയിട്ടുള്ള അവിടെ ഏറ്റവും നല്ല ആഹാരം കൊടുക്കാനും സ്നേഹമുള്ളവരും ഏറ്റവും നല്ല അടിപൊളി മനുഷ്യരുള്ള താമസിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട്. എന്തിനാ അങ്ങനൊക്കെ പറയുന്നത്? നമുക്ക് എല്ലായിടത്തും ഓരോ ക്രിമിനൽസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോഴേ ഇനി അടുത്ത ഞാൻ തന്തവൈബാവും. ഇത്തിരി തന്തവൈബൊക്കെ നല്ലതാ, അല്ല മനസ്സിലായി? തന്തവൈബ് ഞാൻ തന്തവൈബാണ് നല്ലതാ. അങ്ങോട്ട് യോയോ ആവുന്നില്ല. നമ്മള് പിള്ളേരും ഉണ്ട്, സ്വന്തമായിട്ട് നല്ല പഠിച്ച് നല്ല ടാലന്റ് ഉള്ള നല്ല അവരവരുടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങോട്ട് റിസ്ക്കാണ്. ഇന്ത്യമ്മയുടെയൊക്കെ അവൈലബിലിറ്റി നമ്മളെ നാട്ടിൽ കൂടുതലാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് ഈ പിള്ളേരിൽ നിന്ന് പിടിക്കുന്നതിനെക്കാട്ടി ഇതിന്റെ സോഴ്സ് എവിടാണോ ആ സോഴ്സ് ഇല്ലാതെ നമ്മളെന്തിനാ ഇതിനെപ്പറ്റി പറഞ്ഞു? അത് പറയണമെന്ന് തോന്നി പറഞ്ഞു കേട്ടോ. എന്തൊക്കെയോ മാറ്റർ കയറി പോയി. നോമ്പ് പിടിച്ചിട്ട് ഞാൻ അമ്പൂട്ടൊന്നും ഇങ്ങനെ അയച്ചില്ലേ, അല്ലാതെ കിടത്തിയപ്പോഴെല്ലാം കരച്ചില്ലേ, ഇങ്ങനെ ഇരുത്തിയപ്പോയിട്ടാ കാഴ്ച കാണുമോ നമ്മളെപ്പോൾ ഇരുന്ന് സീറ്റിലിരിക്കുമോ? അത്രയും നേരം ഇരുന്നതിന്റെ ക്ഷീണം മാറ്റാൻ ഒരു ക്ഷീണമില്ലേ നമുക്ക്? സാധാരണ ഇത് എല്ലാ ദിവസവും പിടിക്കുന്നവർക്ക് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും, അവർക്ക് പ്രശ്നവും കാണത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുന്നില്ലല്ലോ വെള്ളമൊന്നും കൂടി. ആദ്യ നോമ്പാ നമ്മൾ പിടിക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കും. കാരണം ഈ കണ്ടിന്യൂസ് ഒരു പോട്ട് ഇത്രയും മാസം ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് കാണും. ആദ്യത്തെ നോമ്പിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് കാണും. ഒരു തളർച്ച ഇപ്പൊ ഉണ്ട്. സമൂസയുണ്ട്, ഏത്തക്കാപ്പുണ്ട്, നമ്മളെല്ലാം വാങ്ങാം കേട്ടോ. ഇത് പൈനാപ്പിളും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാം കേട്ടോ. ഫുള്ള് വെള്ളം കയറി കിടക്കോട്ടെ. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് കൈ. ചേട്ടാ പൈനാപ്പിൾ എന്തോലെയാ? കിലോ 60. കാറിൽ ഇരിക്കാൻ പറ്റത്തില്ല കൈ. സമൂസയുടെ ഒക്കെ മണം. ഞാൻ വരാന്ന് ചോദിച്ചാൽ മഴ ഞാൻ പോയി വാങ്ങിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ കഴിച്ചപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ലക്ഷ്കോ ഇനി ബില്ലടിക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും കറക്റ്റ് ടൈമിൽ എല്ലാവരും ഫ്രൂട്ട്സും അതും ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഒരു ബില്ലടിക്കാൻ ക്യൂ ആയിരിക്കും. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ നോമ്പ് ആൾറെഡി തുറന്നില്ലേ. നമ്മള് വരുന്ന വഴിക്ക് നമ്മളെന്താ ലേറ്റ് ആയി. അപ്പം ഇനി വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മളെ പള്ളി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് അവിടെ കയറി നമ്മൾ ഈന്തപ്പഴം കഴിച്ച് സമൂസ, പിന്നെ ജ്യൂസ് തന്ന്, പിന്നെ തണ്ണിമത്തുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ പള്ളിയിൽ വെച്ച് തന്നെ അടിപൊളിയായിരുന്നു. പള്ളിയിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ വട്ടം നോമ്പ് തുറന്നത് വീട്ടിൽ ഇരുന്നാണ് തുറന്നത്. മൃദുല കാറി ഇരുന്ന് ഞാൻ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ മൃദുല കൊണ്ട് കൊടുത്തില്ലേ? എനിക്ക് ഇങ്ങോട്ട് തന്നു. ഏട്ടൻ അവിടെ പോയ സമയത്തേക്ക് കഞ്ഞിയും കൊണ്ട് കൊടുത്തു. നമ്മള് കഞ്ഞി വീട്ടിൽ കൊണ്ടുവന്നു. കഞ്ഞി നമ്മൾ അവിടെ നിന്ന് കുടിച്ചില്ല, നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കപ്പയും ചിക്കൻ കറിയും, തണ്ണിമത്തനും നട്ട്സ് എല്ലാം ഉണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ചുമ്മാ ഇങ്ങനെ ടേബിൾ കൊണ്ടേ കൊണ്ട് ഇത് തന്നെ ഓവറാ. ഇത്രയും കഴിക്കത്തൊന്നും ഇല്ല. എനിക്ക് സത്യം പറഞ്ഞ വിശപ്പ് ആ ഒരു സമൂസയും ആ ഒരു പിന്നെ വെള്ളവും കുടിച്ചപ്പോ എന്റെ വിശപ്പ് പോയി. അത് ഗ്യാസ് കയറി ഇരിക്കുവായിരുന്നു ഏട്ടന്. എനിക്ക് പോകുന്ന വഴിക്ക് ഫുള്ള് ഗ്യാസിന്റെ പ്രശ്നമായിരുന്നു. നമുക്ക് ഗ്യാസോട് ഗ്യാസ് ആയിരുന്നില്ലേ വണ്ടി ഓടിച്ചപ്പോ. അമ്മ ഇന്ന് രാവിലെ നമ്മുടെ മുന്നിൽ വെച്ച് ഒന്നും കഴിച്ചില്ല. എന്താ കഴിക്കാൻ ഞാൻ ഇന്നത്തെ ദിവസം അമ്മ ഒരു വെള്ളം കുടിക്കുന്ന ഞാൻ കണ്ടില്ല. പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്കൊന്നും അമ്മ കഴിച്ചില്ല. എന്നാ പിന്നെ അമ്മോട് അങ്ങ് നോമ്പ് പിടിച്ചതായിരുന്നു. ഒരു മസാലയുടെയോ ഇത് അറിഞ്ഞിരുന്നേ അവിടെ നിന്ന് കുടിച്ചിട്ട് കുറെ കൂടെ പാഴ്സലൂടെ വാങ്ങിക്കരുത്. ഇച്ചിരി ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ ഒരു സമൂസ കഴിക്കട്ടെ. മസാലകൾ ഗ്യാസാ. നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയുന്നു നിങ്ങൾ വൈകുന്നേരം ഇരുന്നാ എന്താ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഴിക്കാലോ. ഒന്നും പറ്റൂല. ഞാൻ ഒരു മന്തി ശകലം പോലും എടുത്തില്ല.
ഇച്ചിരി കഴിഞ്ഞ് കഴിക്കാം. അപ്പോൾ നമ്മളെ ഈ വട്ടത്തെ നോമ്പ് ആദ്യത്തെ നോമ്പ് പിടിച്ചു കഴിഞ്ഞു. ആയാലും ഈ വട്ടത്തെ നോമ്പും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നോമ്പ് പിടിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹെൽത്തിനൊക്കെ ബെറ്ററാണ്, അടിപൊളിയാണ്. പിന്നെ ഹാപ്പി ആയിട്ട് അമ്പൂട്ടൻ ഇവിടെ കിടന്ന് കുത്തിമറിച്ചിൽ തുടങ്ങി. അമ്പൂട്ടാ ഹൽക്കിന്റെ മോന്ത എന്തിനാ നിന്റെ എവിടെ താഴോട്ടുണ്ട്, ഹൽക്കിന്റെ മുഖം താഴോട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ വേണം കുടിച്ചോ, പക്ഷെ എനിക്ക് ഇനി വെള്ളം ഒന്നും കുടിക്കാതെ ഫീഡിങ് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ട്. പാല് കുറഞ്ഞു പോയാൽ പിന്നെ തീർന്നു. അപ്പൊ നിങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ല സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ ഇതിലുള്ള ബൈ. എന്തോ അമ്മച്ചി എന്തോ ഈ പറയുന്നത്.